ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അവരുടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വചനം ഈ കാലഘട്ടത്തിൽ കർത്താവ് മാറ്റമില്ലാതെ നിവർത്തിക്കുന്നത് അച്ഛൻ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അതിരമ്പഴ കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബം അതിനു മുമ്പ് നടന്നൊരു അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കുചേർന്നപ്പോൾ എങ്ങനെയാണ് കർത്താവ് തന്റെ സാന്നിധ്യം കൊണ്ട് വചനത്തെ സ്ഥിരീകരിച്ചത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഞാൻ ആർപ്പൂക്കര സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ അധ്യാപികയാണ്. ആർപ്പൂക്കര അല്ലെ? ആർപ്പൂക്കരയിൽ നിന്നാണ് ടീച്ചർ വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ. എൻ്റെ പേര് ബീന. 2 വർഷം മുൻപ് സ്കൂളിലെ കുട്ടികളെ മത്സരത്തിന് കൊണ്ടുപോയി മടങ്ങുന്നത് വഴി ഞാൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയും ബസിന്റെ പിൻചക്രങ്ങൾ എൻ്റെ ഇടതുകാലിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. മുട്ടിന് താഴെയുള്ള എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുകയും കാൽപാദം പൂർണ്ണമായും അരഞ്ഞു പോവുകയും ചെയ്തു. ഉടനെ തന്നെ എന്നെ തെള്ളകം മാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി. കാലുകൾ രക്ഷിച്ചു കിട്ടുമോ എന്ന് പോലും ഡോക്ടേഴ്സ് ആശങ്കപ്പെട്ടതുകൊണ്ടും 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷവും നടന്ന മൈക്രോവാസ്കുലർ സർജറിയിലൂടെ അരഞ്ഞുപോയ ഞരമ്പുകളിൽ കുറേ ഭാഗം ചേർത്ത് വയ്ക്കുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എടുത്ത മസിലുകൾ പിടിപ്പിച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ചെയ്തു. 6 മാസം ഞാൻ കാലുകൾ അനക്കാതെ വീട്ടിൽ കിടന്നു. തുടർന്നുള്ള ശസ്ത്രക്രിയകൾ എല്ല് പൊടിഞ്ഞതും ഓർത്തോ സംബന്ധവുമായ ബാക്കി എല്ലാ ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറി വെച്ച് പിടിപ്പിച്ച ഭാഗങ്ങൾ ഉണങ്ങിയതിന് ശേഷം നടത്താമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഈ സമയം ഫെബ്രുവരിയിൽ നാഗമ്പടത്ത് നടന്ന അഭിഷേകാഗ്നി 2 പ്രോഗ്രാമിൽ വീൽ ചെയറിലിരുന്നും കാറിലിരുന്നും ഞാൻ 2 ദിവസം വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു. രോഗശാന്തി ദിനത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാനച്ചൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആരാധനാവേളയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആക്സിഡന്റിൽപ്പെട്ട് അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങിയ ഒരാളുടെ അസ്ഥികൾ കൂടിച്ചേരുന്നുവെന്ന്. ഞാൻ ആ സമയം ശുശ്രൂഷ സമയത്ത് ഇല്ലായിരുന്നുവെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോൾ ഇനിയും ആവശ്യമുള്ള സർജറികൾ ഒഴിവായി എനിക്ക് കാലുകുത്തി നടക്കുവാൻ സാധിച്ചാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നു. തുടർന്ന് നടന്ന ചെക്കപ്പുകളിൽ അസ്ഥികൾ പൂർണ്ണമായും യോജിച്ചതായും ഇനിയും സർജറികൾ ആവശ്യമില്ലാത്തതായും ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്ന് എനിക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്യുവാനും സ്കൂളിൽ പോയി പഴയതുപോലെ തന്നെ പഠിപ്പിക്കുവാനും സാധിക്കുന്നു. ആരോഗ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച് കഴിഞ്ഞ വർഷം നടന്ന അനന്തപുരി കൺവെൻഷനിൽ ഞാൻ ചികിത്സാർത്ഥം തിരുവനന്തപുരത്തായതിനാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളാൽ അത് നടക്കാതെ പോയി. അനന്തപുരിയിൽ ഇതേപോലെ വലിയ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വലിയ കൺവെൻഷൻ അനന്തപുരി നടന്നു. പക്ഷെ അന്ന് തിക്കും തിരക്ക് പറഞ്ഞ ടീച്ചർക്ക് അവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് സ്വന്തം നാടായ അതിരമ്പുഴയിൽ തന്നെ ഈ സാക്ഷ്യം അറിയിക്കുവാൻ സാധിച്ചത് ദൈവം എനിക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമായി ഞാൻ അതിരമ്പുഴ പള്ളിയങ്കണമാണ് ഈ ഒരു സാക്ഷ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലം. ടീച്ചറെ ഇനിയും കർത്താവ് അനുഗ്രഹിക്കും. സൗഖ്യം പരിപൂർണമായി കൊടുത്തിരുന്ന സ്വന്തമായി നടക്കാം, സ്റ്റെപ്പ് കയറാം, വാഹനം ഓടിക്കാം. അങ്ങനെ കർത്താവ് പരിപൂർണമായി കാലുകളെ ജീവൻ നൽകി അങ്ങ് അനുഗ്രഹിച്ച. അത് ശരിക്കും പറഞ്ഞാൽ ടയറ് കയറി അരഞ്ഞങ്ങോട്ട് പോയി മസിലുകളും അസ്ഥിയൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞ് അതുപോലെ ഇനി തിരിച്ച് ഇത് ശരിയാകാൻ ഡോക്ടർമാർക്ക് പോലും ഒരു ആശങ്കയായിരുന്നു.
പക്ഷെ പെട്ടെന്ന് ആ കൺവെൻഷന്റെ ആ ആരാധനയുടെ സമയത്ത് ഈശോ നൽകിയ വെളിപ്പാടനുസരിച്ച് അസ്ഥികൾ പൊടികളെല്ലാം കൂടിച്ചേരുന്നു. അതോടുകൂടി അസ്ഥികൾ പെട്ടെന്ന് ചോദിച്ചു ഇപ്പൊ സാധാരണ ആരോഗ്യമുള്ളവരെ പോലെ കർത്താവ് ഉയർത്തി. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് ഉണർന്ന് ഈ ഒരു രാജ്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആത്മനാ വിശ്വാസത്തോടെ പങ്കുചേരുമെങ്കിൽ അവിടെ ദൈവരാജ്യത്തിന്റെ ശക്തിവിശേഷങ്ങൾ വ്യാപരിക്കും. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം വിശ്വാസം മങ്ങിപ്പോയ ഒരു കർത്താവേ, എൻ്റെ വിശ്വാസം ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. രോഗികൾ നന്നായിട്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹൃദയത്തെ വിനീതമാക്കണം. വിനീത ഹൃദയരെയും അനുതാപികളുടെ ആത്മാവിനെയും വിനീതരുടെ ഹൃദയത്തെയും നവീകരിക്കാൻ കർത്താവ് അവരോട് കൂടെ വസിക്കുന്നു. ഹൃദയം എളിമപ്പെടുത്താം. വിനീത ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ പ്രശ്നമുള്ളവര്, വഴക്കുള്ളവര്, തമ്മിൽ പിണങ്ങിയിരിക്കുന്നവര് ആ പിണക്കെല്ലാം ഉപേക്ഷിച്ച് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികൾ അവരുടെ വേദന സമർപ്പിച്ച് കർത്താവെ എൻ്റെ പഠനത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ദേവാലയ കർമ്മം ഉപേക്ഷിച്ചവര്, തിരുസഭ ഉപേക്ഷിച്ചവര്, ദൈവത്തെ ഉപേക്ഷിച്ചവര് ഇപ്പോൾ എളുപ്പപ്പെട്ട ദൈവമേ, ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൈമോശം വന്ന വിശ്വാസക്രമം തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം കർത്താവ് തിരികെ നൽകും. അവൻ തിരികെ നൽകുന്നവനാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. കുട്ടികളെ സ്തുതിക്കുന്നു, യുവതിവാക്കന്മാർ സ്തുതിക്കുന്നു. മക്കളെ അഹങ്കാരം വരുന്ന ദൈവത്തെ ആശ്രയിക്കുക. ഇത് കർത്താവ് ഇടപെടുന്ന സമയം. ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്ന പോലെ ദൈവത്തെ ആരാധിക്കുന്നു. കരങ്ങളെ ഉയർത്തുക. നാണം മാറട്ടെ, ലജ്ജ മാറട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ, കൃപ നിറയട്ടെ. ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, നിറയണമേ, കൃപ നിറയ്ക്കണമേ, ഉണർവ് നൽകണമേ, അഭിഷേകം നൽകണമേ, ജ്ഞാനം നൽകണമേ. ആരാധന ആരാധന. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബം മുഴുവനെ അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗികളായി കിടക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. രോഗങ്ങളെ ശാസിക്കണമേ. എല്ലാ പീഡകളെയും അവിടുന്ന് ബന്ധിക്കണമേ. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഈശോയുടെ അത്ഭുത നാമത്തിൽ ഈ കുടുംബാംഗങ്ങളെയും ഈ സമൂഹത്തെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിൽ ലജ്ജിക്കരുത്. യേശുവിനെ ഏറ്റു പറയുന്നതിൽ നാം അഭിമാനിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. അവർ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തുന്നുമില്ല. അപ്പോൾ ഒരു പൊതു തത്വമാണത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലജ്ജിക്കുന്നത് നന്നല്ല. ലജ്ജിക്കാതെ ഉറക്കെ ഏറ്റു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ മനുഷ്യൻ മടി കൂടാതെ ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ തിരുലിഖിതം, പാപം നിറഞ്ഞതും
അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. യേശു ഒരു കാര്യം മുൻകൂട്ടി കാണുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ കുറിച്ച് ലജ്ജിക്കുന്ന ആളുകൾ, യേശു ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് ലജ്ജ തോന്നുന്നവർ, ഞാൻ സഭയിലെ അംഗമാണ്, ഞാൻ സഭയിലെ മെമ്പറാണ്, ഞാൻ സഭയിൽ ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ ലജ്ജ മൂടി അത് പറയാതിരിക്കുന്ന ആളുകളെ യേശു മുൻകൂട്ടി കാണുകയാണ്. യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വിശ്വാസ ബോധ്യങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ലജ്ജ തോന്നുന്നവര്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു, രക്ഷിതാവ് യേശു പഠിപ്പിച്ചിട്ട് ഈ ഒരു കാര്യത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, അത് പറയാൻ ലജ്ജിക്കുന്നവര്, വ്യഭിചാരം ചെയ്യരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര്, സ്വർഗഭോഗം ചെയ്യരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര്, ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിക്കരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര്, യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വചനങ്ങളെ പറയാൻ ലജ്ജിക്കുന്നവര്, അവരെ യേശു മുൻകൂട്ടി കാണുകയാണ്. എന്നിട്ട് യേശു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുകയാണ്, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി എന്റെ പിതാവിന്റെ മഹത്വത്തിൽ മനുഷ്യപുത്രനും തന്റെ സർവമഹത്വത്തോടെ പരിശുദ്ധ ദൂതന്മാരോടുകൂടി വരുമ്പോൾ ലജ്ജിക്കും എന്ന് യേശു വെളിപ്പെടും. യേശു അവരെ കുറിച്ച് ലജ്ജിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ എന്റെ പ്രത്യേകത? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഒരു തലമുറയുടെ ഇടയിലാണ് ഇന്ന് അനേകം വിശുദ്ധരായ മനുഷ്യർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റിലും എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല, എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരല്ല, എല്ലാവരും ഒരേ വിശ്വാസമുള്ളവരല്ല. ഈ സമൂഹത്തിന്റെ ഇടയിൽ ഞാൻ കത്തോലിക്ക സഭാ വിശ്വാസിയാണ്, ഞാൻ അപ്പസ്തോലിക സഭയിലെ അംഗമാണ്, ഞാൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നു, ഞാൻ വചനത്തെ സ്നേഹിക്കുന്നു, ഞാൻ ധ്യാനത്തെ സ്നേഹിക്കുന്നു, ഞാൻ ധ്യാന കേന്ദ്രത്തെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിന്റെ സാക്ഷിയാകും, യേശു എന്നെ സുഖപ്പെടുത്തി, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ലജ്ജിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. സഭ കൂടുമ്പോൾ യേശുവിനെ ഏറ്റു പറയാൻ ലജ്ജിക്കുക, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിനെ ഏറ്റു പറയാൻ ലജ്ജിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളൊരു കല്യാണത്തിന് ചെല്ലുമ്പോൾ, നിങ്ങളൊരു പാർട്ടിക്ക് ചെല്ലുമ്പോൾ, നിങ്ങളൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ, ഇതാ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വലിയ പണക്കാരായ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, വലിയ ശ്രേഷ്ഠന്മാരായ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിട്ടുണ്ട്, വലിയ തരത്തിലുള്ള കാറുകളുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്, വലിയ സ്ഥിതിയിരിക്കുന്നവർ, വലിയ പഠിപ്പുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സഭയിൽ, ആ ഒരു കൂട്ടായ്മയിൽ, ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അവർ ലോകപ്രകാരം പല കാര്യങ്ങളും പറയുന്നു, അവർ ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ച് അവർ പലതും സംസാരിക്കുന്നു. അതിനിടയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു സഭയിൽ നമ്മൾ പോകണം, യേശു ക്രിസ്തുവിനെ ആരാധിക്കണം, ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ കുറിച്ചും യേശുവിന്റെ കാര്യങ്ങളെ കുറിച്ചും അവിടെ പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നുവോ? നിനക്ക് അതിനൊരു മടി ആ സമയത്ത് തോന്നുന്നുണ്ടോ? ഒരു ഉത്സാഹക്കുറവ് തോന്നുന്നുണ്ടോ? യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് സമൂഹത്തിലും, ഏത് യാത്രയിലും, ഏത് അവസ്ഥയിലും യേശു ക്രിസ്തുവിനെ ഏറ്റു പറയാൻ ലജ്ജിക്കരുത്. യേശുവിനെ ഏറ്റു പറയുന്നതിൽ ലജ്ജിക്കരുത്. ഇത് കർത്താവ് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അടുത്ത കാലത്ത് അച്ഛനൊരു യുവാവിനെ പരിചയപ്പെട്ടു. ആ യുവാവ് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്? ചെറുപ്പത്തിൽ വേദപാഠം പഠിച്ചു, അതിനുശേഷം ധ്യാനം കൂടി, ഹൃദയം കർത്താവിന് സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ജോലിയിൽ പ്രവേശിച്ചു. ആ ജോലിയിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിശ്വാസ പരീക്ഷണങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നതിൽ തടസ്സം, ഞായറാഴ്ച ജോലി ചെയ്യണം. രണ്ടാമത്തെ തടസ്സം കടമുള്ള ദിവസങ്ങൾ, ഓഗസ്റ്റ് 15 അങ്ങനെയുള്ള കടമുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ലീവ് കിട്ടുന്നില്ല, ദേവാലയത്തിൽ പോകാൻ സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ വ്യക്തി അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓണേഴ്സിനോട് പറഞ്ഞു, അതിൻ്റെ മാനേജേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, എനിക്ക് ഞായറാഴ്ച ലീവ് വേണം, എനിക്ക് ഓഗസ്റ്റ് 15 എനിക്ക് കടമുള്ള ദിവസമാണ്, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് ലീവ് വേണം. അപ്പോൾ ആ മാനേജർ, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, നീ അതിന് ശാഠ്യം പിടിക്കരുത്, നീ മര്യാദയ്ക്ക് ജോലി ചെയ്യും, ഇവിടെ ജോലി കിട്ടാൻ തന്നെ ഒരുപാട് പേര് പ്രയാസപ്പെടും, നീ ജോലി ചെയ്യണം, നീ ഈ സമയത്ത് ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്, ഇവിടെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപനത്തിൽ ജോലി നിൽക്കുക അത്ര എളുപ്പമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അവൻ വേദപാഠം പഠിച്ചവനാണ്, അവൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവനാണ്, അവന് ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ്. ആ ചെറുപ്പക്കാരൻ അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് അവൻ പറഞ്ഞു, എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റുപറയും, എൻ്റെ യേശുവിൻ്റെ സഭയെ ഞാൻ ഏറ്റുപറയും, എൻ്റെ യേശുവിൻ്റെ സഭയിലെ നടപടിക്രമങ്ങളെയും ഞാൻ ഏറ്റുപറയും. അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടമായാൽ അത് ഞാൻ ഒരു കാര്യമായി കണക്കാക്കും. അവൻ ഹൃദയം കൊണ്ട് ജോലിയേക്കാൾ അധികമായി, അവനുള്ള വരുമാനത്തേക്കാൾ അധികമായി അവൻ്റെ വിശ്വാസത്തെ അവൻ താലോലിച്ച്, അവൻ്റെ വിശ്വാസത്തെ അവൻ സ്നേഹിച്ച്, ഏറ്റു പറഞ്ഞാൽ ജോലി പോകും എന്ന് താക്കീത് അവനുണ്ട്. എങ്കിലും ശരി, അതേപോലെ കടമുള്ള ദിവസങ്ങൾ വന്നു. അവൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് ദേവാലയത്തിൽ പോകണം, എനിക്കൊന്ന് ബലിയർപ്പിക്കണം, എനിക്ക് ബലിയർപ്പിക്കാതെ ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനോട് പറഞ്ഞു പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ രാജിക്കത്ത് അവൻ എഴുതി കൊടുക്കുന്ന രംഗം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് റിസൈൻ ചെയ്ത്, അവൻ റിസൈൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു, അവൻ റിസൈൻ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, വിശ്വാസം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ഏറ്റുപറയുക മാത്രമല്ല, യേശുവിൻ്റെ സഭ, യേശുവിൻ്റെ സഭയിലെ നടപടിക്രമങ്ങൾ, വിശ്വാസ സത്യപ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി നാം അത് ഏറ്റുപറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അത് ഏറ്റുപറയുന്നില്ലെങ്കിൽ നാം ഹൃദയത്തിൽ വെച്ചാൽ പോരെ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അത് നിഷേധിക്കുന്നതിന് തുല്യം തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ലോകം നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ഹൃദയത്തിൽ വെച്ചാൽ പോരെ, അതൊക്കെ ഒറ്റയ്ക്ക് പോരെ, എന്തിനിതൊക്കെ ഉറക്കെ പറയുന്നു? ഒരു പള്ളിയിൽ തന്നെ ഒരു ധ്യാനം വെക്കുകയാണെന്ന് ചിന്തിക്ക്. എങ്ങനെയാണ് ധ്യാനം വെക്കുന്നത്? ആ ഇടവക്കാരും ആ പള്ളിയും ആ പള്ളിയുടെ ഉള്ളിൽ മാത്രം അറിയും. ഇതിനാണോ നമ്മുടെ കർത്താവ് നമ്മളെ അയച്ചത്? ഇതിനാണോ ഇടവയ്ക്ക് പണം തന്നത്? ഇതിനാണോ ഇടവയ്ക്ക് അധികാരിയെ തന്നത്? ഇതിനാണോ കൈക്കാരന്മാരെ നിയമിച്ചത്? കർത്താവ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇടവക്കാരെ വിളിച്ച് നിങ്ങളുടെ ഇടവയ്ക്കുള്ളിൽ ധ്യാനം നടത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൽ 15-16 വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. ദൈവത്തിന് ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ചോദിക്കും, ഞാൻ നിങ്ങളെ എൻ്റെ നാമം നൽകി അയച്ചു, ഞാൻ നിങ്ങളെ എൻ്റെ വചനം നൽകി അയച്ചു, നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? നിങ്ങൾ എത്ര പേരോട് എൻ്റെ നാമം ഏറ്റു പറഞ്ഞു? നിങ്ങൾ എത്ര പേരോട് എൻ്റെ സഭയെ കുറിച്ച് പറഞ്ഞു? അപ്പൊ നിങ്ങൾ പറയൂ, എനിക്ക് തന്ന എൻ്റെ കുറച്ച് പേരോട് പറഞ്ഞു. കർത്താവ്, അയ്യോ അങ്ങനെയാണോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്? ഞാൻ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് സമാപനത്തിൽ അഭിവന്യ ക്ലീമിക്സ് ബാവ തിരുമേനിയുടെ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി മുട്ടുപതി ബ്ലെസ്സിങ് വാങ്ങുന്ന സമയത്ത് അഭിവന്യ ക്ലീമിക്സ് ബാവ തിരുമേനി പ്രത്യേകമായ ഒരു വെളിപാട് കിട്ടിയതുപോലെ ഒരു 5 മിനിറ്റ് ഈ ടീമംഗങ്ങളോട് പ്രസംഗിച്ചു. അപ്പോൾ അഭിവന്യ ക്ലീമിക്സ് തിരുമേനി പറഞ്ഞിങ്ങനെയാണ്, നാം പള്ളിക്കുള്ളിൽ കുറച്ച് ഒരു പ്രഘോഷണം നടത്തി സംതൃപ്തിപ്പെട്ടിരിക്കേണ്ടവരല്ല, പിന്നെയോ യേശു ക്രിസ്തു നാനാജാതി മതസ്ഥരുടെ ഇടയിലാണ് ഏറ്റുപറയപ്പെടേണ്ടത്. അവരാണ് അറിയേണ്ടത്. കാരണം ഈ രക്ഷ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒതുക്കി തന്നിരിക്കുന്ന ഒരു സംഗതിയല്ല. പിന്നെയോ എല്ലാ ജനതകളും എല്ലാ ഗോത്രങ്ങളും എല്ലാ വംശങ്ങളും അറിയേണ്ടതിന് കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സംഗതിയാണ് യേശുവിന്റെ നാമവും യേശുവിന്റെ വചനവും യേശുവിന്റെ സഭയും യേശുവിന്റെ ശുശ്രൂഷകളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എല്ലാവരോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറയാണ്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ,
വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനാസ്ഥ കാരണം, നമ്മൾ ഏറ്റു പറയാത്തത് കാരണം അനേകർ ശിക്ഷിക്കപ്പെടാൻ ഇടവരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനേകർ അറിയാതെ പോകാൻ ഇടവരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഡ്യൂട്ടിയാണ് അറിഞ്ഞവർ ഏറ്റു പറയണം. അതിൽ ലജ്ജിക്കരുത്, അതിൽ നാണിക്കരുത്. അങ്ങനെ ലജ്ജിക്കാതെ ചെയ്താൽ കർത്താവ് യേശു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും എന്റെ പിതാവ് അല്ലെങ്കിൽ യേശുവിനെ ശുശ്രൂഷിക്കുന്നവരെ ബഹുമാനിക്കും? ഈശോ പറയുകയാണ്, ഈശോയെ ശുശ്രൂഷിക്കുന്നവർ ഈശോ ആയിരിക്കുന്നിടത്ത് എത്തിച്ചേരും. എന്നിട്ട് വീണ്ടും പറയാണ്, ഈശോയെ ശുശ്രൂഷിക്കുന്നവരെ ഈശോയുടെ പിതാവ് ബഹുമാനിക്കും. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 21-22 വാക്യങ്ങൾ അവിടെ പറഞ്ഞെങ്ങനെയാണ്, ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ യേശുവിനെ ഏറ്റുപറയാൻ ക്ലേശമുണ്ട്. അങ്ങനെ ആ ക്ലേശമുണ്ടെങ്കിൽ, പരീക്ഷണമുണ്ടെങ്കിലും, ഞെരുക്കമുണ്ടെങ്കിലും, സമ്മർദ്ദമുണ്ടെങ്കിലും അതിന്റെ നടുവിൽ യേശു ക്രിസ്തുവിനെ കറയില്ലാതെ നാം തെളിവായി വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ വരുന്ന ക്ലേശവും പീഡയെല്ലാം സഹിച്ച് പിതാവിന്റെ സന്നിധിയുള്ള പ്രതിഫലത്തെ നോക്കി ഈ ഭൂമിയിലൂടെ നമ്മൾ കടന്നു പോകണം. അതുകൊണ്ട് വെളിപാട് 3:21 പഠിപ്പിക്കുകയാണ്, ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിൽ ലജ്ജിക്കരുത്. വചനപ്രഘോഷണമാണെങ്കിൽ രഹസ്യമായി ചെയ്യരുത്. മാക്സിമം ആളുകൾ അറിയാവുന്ന വിധത്തിൽ എല്ലാ ജനതകളോടും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു തന്നെ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ലോക സുവിശേഷവൽക്കരണത്തിനുള്ള അരൂപിയെ നമുക്ക് ലഭിക്കണം. നമുക്ക് കിട്ടിയ പണം, നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ സമ്പത്ത്, നമുക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ, ഇത് നമുക്ക് നമ്മുടെ സ്വകാര്യ കാര്യത്തിന് വേണ്ടിയുള്ളതല്ല. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 3-ാം വാക്യം, ഇസ്രായേലേ നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ, പിതാവേ അഭിഷേകം ചെയ്യണമേ, ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ, സുവിശേഷത്തിന് ആത്മാവ് നിറയട്ടെ, അത്ഭുത അഭിഷേകം നിറയട്ടെ. ആരാധന, ആരാധന. ഓരോ കുടുംബങ്ങൾ ഉണരട്ടെ, ഓരോ ആത്മാക്കൾ ഉണരട്ടെ. ഇന്നോളം യേശുവിനെ കുറിച്ച് ലജ്ജിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ലജ്ജയുടെയും മൂഢതയുടെയും വഷളത്വത്തിന്റെയും അടിമത്തത്തിന്റെയും അന്ധകാരത്തിന്റെയും അരൂപികൾ വിട്ടുമാറി പോകട്ടെ. കൃപയുടെ അഭിഷേകം, ഉണർവിന്റെ അഭിഷേകം, സാക്ഷ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Come, Lord Jesus.
സ്നേഹമേ ആത്മാവിലുണർവേകുവാ ഭോജനമായവനേ ആർദ്ര സ്നേഹദായകനേ ദിവ്യകാരുണ്യമേ ഈശോയേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഉറക്ക പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരങ്ങൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ആരാധന യേശുവേ 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 Lord Jesus.